60 ലക്ഷം യഹൂദരെ കൊലപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊലയാളി എന്ന വിശേഷണം നേടിയെടുത്ത അഡോൾഫ് ഐക്കമാനെ വിചാരണ ചെയ്യുന്ന ഇസ്രയേലിലെ ജെറുസലേമിലെ ബെഹ്റാം കോടതിയിൽ സാക്ഷിക്കൂട്ടിൽ മധ്യവയസ്കയായ ഒരു സ്ത്രീ നിൽക്കുന്നു. മെലിച്ച ശരീരം, നരച്ച മുടി, യാതനകൾ വേട്ടയാടി പീഡിപ്പിച്ച മുഖപ്രകൃതം, കയ്യിലൊരു തൂവാല, കണ്ണു തുടക്കാൻ കരുതിയിട്ടെന്ന പോലെ. 1961 മെയ് 15 റുത്തേനിയയിലെ സർഗോസ്കി എന്ന കൊച്ചു പട്ടണക്കാരിയായ റിവ്ക യൊസലോവ്സ്ക എന്ന സ്ത്രീയാണവൾ. അവരുടെ മിഴികൾ കേൾക്കാനായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടെ കൂടിയിരുന്നവർ കാത് കൂർപ്പിച്ചു. യൊസലോവ്സ്ക പറഞ്ഞു തുടങ്ങി. കുതിര കുളമ്പടികൾ കേട്ടാണ് ഒരു പ്രഭാതത്തിൽ ഞാൻ ഉണർന്നത്. ഞങ്ങളുടെ സിനഗോഗിനടുത്തേക്ക് നീങ്ങുന്ന ഒരു സംഘം SS ഓഫീസർമാരെ ഞാൻ കണ്ടു. അതിൻ്റെ വാതിലുകൾ മുമ്പേ തന്നെ നശിപ്പിച്ച് അവർ അതൊരു തൊഴുത്താക്കി മാറ്റിയിരുന്നു. ഞങ്ങളുടെ സാധനങ്ങളുമായി ഉടൻ തന്നെ ചന്തമുക്കിലെത്തിച്ചേരാൻ ആ സൈനികർ എന്നോടും എൻ്റെ അയൽവക്കക്കാരോടും പറഞ്ഞു. അവിടെ ഞങ്ങൾ ഏതാണ്ട് 500 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ചന്തമുക്കിലെത്തിച്ചേർന്നു. ഉരുക്കു തൊപ്പികൾ വെച്ച പട്ടാളക്കാർ ഞങ്ങളെ പുരോഹിതരോട് ഒരു മതപ്രഭാഷണം നടത്താൻ കൽപ്പിച്ചു. അദ്ദേഹം വിസമ്മതിച്ചപ്പോൾ അവർ അദ്ദേഹത്തെ മർദ്ദിച്ചു, പാട്ടുപാടി നൃത്തം ചെയ്യാൻ നിർബന്ധിപ്പിച്ചു. അദ്ദേഹത്തെ രക്ഷിക്കാൻ തുനിഞ്ഞവർക്കും പട്ടാളക്കാരുടെ മർദ്ദനം കിട്ടി. ഈ സമയം ഒരു പറ്റം പട്ടാള വണ്ടികൾ അവിടെ വന്നു. ദാവീദിൻ്റെ മുദ്രയണിഞ്ഞ ഞങ്ങൾ യഹൂദരെ അവർ ആ ട്രക്കുകളിൽ കുത്തി നിറച്ചു. എന്നോട് കയറാൻ ആവശ്യപ്പെട്ട ട്രക്കിൽ കയറിപ്പറ്റാൻ പക്ഷേ എനിക്കും എൻ്റെ 8 വയസ്സുള്ള എൻ്റെ മകൾ മെർക്കിലിനും കഴിഞ്ഞില്ല. അത്രമാത്രം നിറഞ്ഞിരുന്നു അത്. ബാക്കി വന്ന ഞങ്ങളോട് വാഹനങ്ങളുടെ പുറകെ ഓടി വരാനാണ് പറഞ്ഞത്. 3 കിലോമീറ്റർ അകലെയുള്ള യഹൂദ ശ്മശാനത്തിലേക്കുള്ള പാതയിൽ വാഹനത്തിൻ്റെ വേഗത കൂടുന്നതനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾ ഒത്തിരി പണിപ്പെട്ടു. വേഗം കുറഞ്ഞു. പുറകിലായി പോയാൽ ചിലപ്പോൾ വെടികൊണ്ട് മരിക്കേണ്ടി വരുമായിരുന്നു. വേഗത്തിൽ ഓടാനാവാതെ പിന്നിലായി പോയവരെല്ലാം വീണുപോയവരെയും പിന്നിലെ ട്രക്കിൽ നിന്ന് ഗാർഡുകൾ വെടിവെച്ചുകൊണ്ടിരുന്നു. സെമിത്തേരിയിലെത്തിയപ്പോൾ അവിടെ വിസ്താരമേറിയ ഒരു കുഴിയെടുത്തിരിക്കുന്നതും ഞങ്ങളുടെ അയൽവാസികൾ അതിൻ്റെ വക്കത്ത് നിന്ന് നിൽക്കുന്നതും പട്ടാളക്കാർ തോക്കുമായി തയ്യാറാകുന്നതും ഞാൻ കണ്ടു. യൊസലോവ്സ്കായുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ കണ്ടതൊക്കെ ഞങ്ങൾക്കുള്ള പീഡനത്തിൻ്റെ ഭാഗങ്ങളായതിനെ ഞാൻ കരുതിയിരുന്നുള്ളൂ. അതുകൊണ്ട് പ്രതീക്ഷയുണ്ടായിരുന്നു, ഇനിയും ജീവിക്കാമെന്ന പ്രത്യാശ. എന്നെയോ എൻ്റെ മോൾ മെർക്കിലിനെയോ ആദ്യം വെടിവെക്കേണ്ടത് എന്ന് ഒരു പട്ടാളക്കാരൻ എന്നോട് ചോദിച്ചു. പുത്തനുടുപ്പിട്ട് നിന്ന എൻ്റെ മോളെ 2 കൈകൊണ്ട് കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നു. എനിക്കൊന്നും മിണ്ടാനായില്ല. പട്ടാളക്കാരൻ മെർക്കിലി മോളെ എൻ്റെ കയ്യിൽ നിന്നും വലിച്ചെടുത്ത് വെടിവെച്ച് കുഴിയിലേക്കെറിഞ്ഞു. പുറകെ എൻ്റെ നേർക്കും തോക്ക് നീണ്ടു. വെടി പൊട്ടി. യൊസലോവ്സ്ക പക്ഷേ മരിച്ചില്ല. വെടിയുണ്ട അവളുടെ തലയോട്ടിയിലുരസി കടന്നുപോയതേയുള്ളൂ. അബോധാവസ്ഥയിൽ കുഴിയിൽ അവൾ ഏറെ നേരം കിടന്നു. മരിച്ചുവെന്നായിരുന്നു എൻ്റെ വിചാരം. മരണാനന്തരമുള്ള അനുഭൂതികളിലാണ് ഞാൻ കിടക്കുന്നത് എന്ന് കരുതി. ഞാൻ ജീവിച്ചിരിക്കുകയാണെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. പക്ഷേ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയും ദാഹിക്കുന്നത് പോലെയും തോന്നി. എനിക്കുമേലെ വീണ്ടും ആളുകൾ വീണുകൊണ്ടേയിരുന്നു. 3 നാളുകൾക്ക് ശേഷം ഒരു കൃഷിക്കാരൻ എന്നെ കണ്ടുമുട്ടി. അയാൾ എന്നെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അയാളുടെ ഭാര്യ എന്നെ ശുശ്രൂഷിച്ചു. എനിക്ക് ഭക്ഷണം തന്നു. പതുക്കെ എനിക്ക് നടക്കാമെന്നായി. പിന്നെ ഞാൻ വനത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മറ്റു ജൂതരോടൊപ്പം ചേർന്നു. 3 വർഷം ഞാൻ അവിടെ ഒളിവിൽ കഴിഞ്ഞു. സഖ്യസേനകൾ എൻ്റെ ജന്മദേശത്തെ മോചിപ്പിക്കും വരെ. സാക്ഷിക്കൂട്ടിൽ നിന്ന് യൊസലോവ്സ്ക പുറത്തിറങ്ങിയ ശേഷവും കോടതിയാകെ ഒരു ശ്മശാന മൂകത തളം കെട്ടി. സ്ത്രീകൾ തേങ്ങി തേങ്ങി കരഞ്ഞു. ജനക്കൂട്ടത്തിൻ്റെ കണ്ണുകളിൽ സഹതാപം നിറഞ്ഞു. ഐക്യമാൻ്റെ അഭിഭാഷകൻ ഡോക്ടർ റോബർട്ട് സെർവാഷ്യസിന് അതൊരു വിഷമ മുഹൂർത്തമായി.
ഒരുപക്ഷെ നമ്മളിലാരും അറിയാതെ പോയ യസ്ലോവ്സ്കിയ എന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പോരാട്ടത്തിൻ്റെ കഥ. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. വീണ്ടും നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എന്നാൽ ശരി കേട്ടോ, ബൈ.